വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൈമാറാനുള്ള കരാർ ഇന്ന് ഒപ്പിടും. കേന്ദ്രവുമായി വരുമാനം പങ്കുവയ്ക്കുന്ന തിരിച്ചടവ് വ്യവസ്ഥയിൽ VGF സ്വീകരിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. VGF കരാർ ഒപ്പിട്ടാൽ തിരിച്ചടവ് വ്യവസ്ഥ ഒഴിവാക്കി ഗ്രാൻഡായി തന്നെ തുക ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരുമായി ചർച്ച തുടരാനാണ് സർക്കാർ തീരുമാനം. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, പറയൂ. ₹817 കോടി വിഴിഞ്ഞം തുറമുഖത്തിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച VGF തുക നൽകണമെന്ന ഒരു ആവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. അത് വെറുതെ നൽകിയാൽ മതി എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. പ്രധാനമായും കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് വായ്പയായി VGF തുക ഈ 817.80 കോടി രൂപ ഇത്തരത്തിൽ വായ്പയായി നൽകാമെന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചെങ്കിൽ പോലും അത് വായ്പയായി നൽകേണ്ട, നിങ്ങൾക്ക് അത് സൗജന്യമായി നൽകണമെന്ന നിലപാട് പല ഘട്ടങ്ങളിലായി കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനം വച്ചെങ്കിൽ പോലും നിലവിൽ കേന്ദ്ര നിലപാടിനോട് സംസ്ഥാനം വഴങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VGF തുക വായ്പയായി തന്നെ സംസ്ഥാനം എടുക്കാൻ പോകുന്നു. അതിൻ്റെ കരാർ ഇന്ന് ഒപ്പിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ ത്രികക്ഷി കരാറാണ് ഒപ്പിടുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ഒപ്പം തന്നെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ADBI ബാങ്ക് എന്നിവർ ചേർന്ന് സംയുക്തമായാണ് ഈ കരാർ ഒപ്പിടുന്നത്. 2035 സംസ്ഥാനത്തിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലാഭവിഹിതം ലഭിച്ചു തുടങ്ങും. ഈ ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ 20% ഈ ലാഭവിഹിതത്തിന്റെ 20% സംസ്ഥാനം തിരിച്ചടയ്ക്കണം എന്ന വ്യവസ്ഥയിലാണ് ഇപ്പോൾ VGF നിലവിൽ സംസ്ഥാനത്തിന് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ VGF നൽകുമെന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചെങ്കിലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം നിലവിൽ തങ്ങൾക്ക് സൗജന്യമായി തന്നെയാണ് ഈ തുക 817.80 കോടി രൂപ നൽകേണ്ടത് എന്ന നിലപാട് കേന്ദ്രത്തിനു മുന്നിൽ സംസ്ഥാനം വച്ചെങ്കിലും കേന്ദ്രം അതിന് അനുനയ ഒരു നീക്കമായി മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രം നൽകുന്ന വായ്പയായി നൽകുന്ന തുക ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പ്രത്യേകിച്ച് 2035 ഈ സംസ്ഥാനത്തിന് വിഴിഞ്ഞത്തിന്റെ വരുമാനം ലഭിച്ചു തുടങ്ങും. ആ വരുമാനം ലഭിച്ചു തുടങ്ങുന്ന മുറയ്ക്ക് 20% വരുമാനത്തിന്റെ 20% തിരിച്ചടയ്ക്കാനുള്ള ഒരു തീരുമാനം, അത്തരത്തിലുള്ള കരാറിലേക്കാണ് ഇന്ന് സംസ്ഥാനം ഒപ്പിടാൻ പോകുന്നത്. കൃഷ്ണൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൈമാറാനുള്ള കരാർ ഒപ്പിടും. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. വീണ്ടും ഇടവേള.